സൗത്ത് ഇന്ത്യ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷനും ഇന്ത്യൻ അലയൻസ് ഓഫ് ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് ചേർന്ന കോഴിക്കോട് നടത്തിയ രണ്ടാമത് മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യനായത് മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി മുഷ്താഖാണ്. സ്പോൺസർ പോലുമില്ലാതെ ഈ ഒരു നേട്ടത്തിൽ എത്താൻ അതികഠിന പ്രയത്നമാണ് ഈ യുവാവ് നടത്തിയത്. ഇനി അടുത്ത വർഷം മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിക്കുകയാണ് ഈ യുവാവിന്റെ സ്വപ്നം. മികച്ചൊരു ബോഡി ബിൽഡർ ആവുക കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ അത്ര എളുപ്പമല്ല ഇതിലേക്കുള്ള ചവിട്ടുവഴികൾ. എന്നോടൊപ്പം ചേരുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യയായി കഴിഞ്ഞ ദിവസം അംഗീകരിക്കപ്പെട്ട മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശിയാണ് മുഷ്താഖ്. നമസ്കാരം മുഷ്താഖ്. മുഷ്താഖ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് ആ പട്ടം നേടിയത് അല്ലേ? മിസ്റ്റർ സൗത്ത് ഇന്ത്യ പട്ടം നേടി. അതിനു മുമ്പ് മിസ്റ്റർ കേരള, മിസ്റ്റർ പാലക്കാടൊക്കെ ആയതാണ്. മുഷ്താഖ് വളരെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിലൊക്കെ എന്താണ് എന്നുള്ളത് തോന്നും. പക്ഷേ ഒരുപാട് പ്രയത്നം ആവശ്യമുള്ളൊരു ഇതാണല്ലോ. എങ്ങനെയുണ്ട് ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഉള്ളൊരവസ്ഥ? നേട്ടം സ്വന്തമാക്കിയതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഈ വർഷം 3 വട്ടം കരസ്ഥമാക്കിയിട്ടും വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കോച്ചിൻ്റെ ഇതിലും ആസിഫ്ക എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെ അങ്ങാടിപ്പുറം മൈലങ്ങ സ്വദേശിയായ ആസിഫ് ഖാൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും അയാളുടെ കീഴിൽ തന്നെ ഞാൻ ട്രെയിൻ ചെയ്യുന്നതും ആൾ കഴിഞ്ഞ വർഷം മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഗോൾഡ് മെഡൽ മേടിച്ച ആളാണ്. ആളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യ ടൈറ്റിൽ കിട്ടി. എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ 3 വട്ടം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. സബ് ജൂനിയർ വിഭാഗത്തിൽ 3 വട്ടം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. ഇതിനു മുമ്പ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ടോ? 2 കൊല്ലം മുമ്പേ ചെയ്തിരുന്നു. അതിൽ മലപ്പുറം കാറ്റഗറി ഫസ്റ്റ് വന്ന്, പിന്നെ 2 കൊല്ലം റെസ്റ്റ് വന്ന്, പിന്നെ ഈ വർഷം 3 വട്ടം കരസ്ഥമാക്കി. അത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലേക്ക് നമുക്കറിയാം, ഈ ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഡയറ്റ് എന്നുള്ളൊരു സാധനം സാധാരണ ഒരു മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ബോഡി ബിൽഡേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടി കാഠിന്യമുള്ളതായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഡയറ്റൊക്കെ ഭയങ്കര വർഷങ്ങളായിട്ട് പാലിക്കുന്നൊരു ശീലമാണോ? ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 11 മന്ത് ആയി. നല്ല അങ്ങനെ ഇപ്പോൾ ഡയറ്റ് ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. ഡയറ്റ് ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് എങ്ങനെ? ഡയറ്റിൽ എന്താ, നമുക്ക് ജസ്റ്റ് ചിക്കന്, എഗ് വൈറ്റ്, പ്രോട്ടീന്, ഓട്സ്, അതൊക്കെ തന്നെ മെയിനായിട്ട്. പിന്നെ ബീഫ്, അങ്ങനെ മെയിനായിട്ട് ഫുഡ്. ഈ അരിഭക്ഷണം ഭക്ഷണമൊന്നുമില്ല, ഓയിലില്ല, ഒക്കെ നമ്മൾ ഒരു വർഷമായിട്ട് അരിഭക്ഷണം ഓയിലൊന്നും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോയിന്ന്. മധുരം ഉപയോഗിക്കില്ല, മധുരല്ല, ഓയിൽ ഉപയോഗിക്കില്ല, ഓയിലില്ല, ഷുഗർ ഒന്നുമില്ല, അരിയില്ല, ഒന്നും ഒരു ഇതില്ല. സത്യം പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് മുഴുവൻ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മസിൽ പിടിക്കുക മാത്രമാണല്ലോ ഇതെന്നല്ല. ഇത് ഈ വർക്കൗട്ട്, ഡയറ്റ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വലിയ കഷ്ടപ്പാടല്ലേ? നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കാര്യമൊന്നുമല്ല. ഡയറ്റ് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. നമ്മള് ഷുഗർ ഇല്ല, നമുക്ക് ഓയിലില്ല, പിന്നെ അരിഭക്ഷണം ഇല്ല, ഒന്നുമില്ല, വെറും ചിക്കന്, കോഴിമുട്ട, അങ്ങനത്തെ ബ്രസ്റ്റ് പീസ് മാത്രം. അതും മസാല ഇല്ലാതെ നമ്മൾ കഴിക്കണം. പിന്നെ ഫംഗ്ഷനൊക്കെ നമ്മൾ എല്ലാ ഫംഗ്ഷനുകളും എല്ലാ പരിപാടിയും മാറ്റിച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ഒരു വർഷമായിട്ട് കല്യാണത്തിനൊന്നും കൂടി ഇല്ല, ഒരു വർഷമായിട്ട് ഞാൻ ഒരു പരിപാടിക്കും പോക്കില്ല. ഫുള്ള് ഇതിന്റെ പിന്നാലായിട്ട് എല്ലാവരും അങ്ങനെ മുമ്പോട്ട് പോയി ഈ പട്ടം കരസ്ഥമാക്കി. അത് വലിയ സന്തോഷം. മത്സരത്തിന് മുമ്പാണെങ്കിൽ ഒരാഴ്ച മുമ്പേ കുറെ കൂടി വെള്ളമൊക്കെ കുടിക്കുന്നതിന് നിയന്ത്രണം അല്ലേ? എങ്ങനെയാ അത്? ഒരാഴ്ച, ഒരു 3-4 ദിവസം മുമ്പേ വാട്ടർ അളവ് കമ്മിയാക്കിയിട്ട്, കണ്ടന്റ് കമ്മിയാക്കി കൊണ്ടുവരും. ബോഡിയിൽ വാട്ടർ കമ്മിയായിട്ട് വാട്ടർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറെ കഷ്ടപ്പാടുണ്ട്. എത്ര ലിറ്റർ വെള്ളം കുടിക്കുക? അത് നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ബോഡി പറ്റ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വാട്ടർ കട്ട് 2-3 ദിവസം മുമ്പ് വാട്ടർ കട്ട് സ്റ്റാർട്ട് ചെയ്യും. അളവ് കമ്മിയായിട്ട് ലാസ്റ്റ് ഡേ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ഡേ ഒരു ഫുള്ള് വാട്ടർ കട്ട് ചെയ്യും. ഒട്ടും വെള്ളം കുടിക്കൂല. അപ്പൊ എങ്ങനെയാ, സ്പൂണിലാണോ ഭക്ഷണം? ഇല്ല, വെള്ളമല്ല, ഒട്ടുമില്ല. ഒരു ദിവസം മുഴുവൻ അങ്ങനെ വേണ്ടി വരും. ഒരു ദിവസം ഫുള്ള് വാട്ടർ കട്ട് ചെയ്തിട്ട് പിന്നെ മത്സരം കഴിഞ്ഞ ശേഷം വാട്ടർ കുടിക്കുള്ളൂ. ഈ നമുക്ക് ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു,
നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പ്രോട്ടീൻസ് ഉണ്ട്. വലിയൊരു എക്സ്പെൻസ് അല്ലേ ശരിക്കും ഈ ബോഡി ബിൽഡിംഗ്? ഉണ്ട്, നല്ല എക്സ്പെൻസാണ്. ഇതിന് നല്ല എക്സ്പെൻസാണ്. ഒരു മാസമൊക്കെ എത്ര ചിലവ് വരും? ഒരു മാസം ഇപ്പം നമുക്കൊരു കണക്കൊന്നും പറയാൻ കഴിയില്ല. നല്ല ഏകദേശം ഒരു 10 ഊഹം വെച്ച് പറയുകയാണെങ്കിൽ 10-30 റുപ്യ 20,000 മുകളിൽ വേണ്ടി വരും അല്ലേ? ഞാൻ പ്രോട്ടീനും ചിക്കനും കോഴിമുട്ടായി കൊയ്റ്റും ഒക്കെ പാടായിട്ട് ഒരു കറക്റ്റ് കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഊഹം 10-15-20 ഏകദേശം ഒരു മാസത്തിൽ. സാധാരണ ഒരാൾക്ക് ഒരു മാസം ചെലവഴിക്കാൻ, അതായത് ഒരു മാസം തള്ളി നിൽക്കാൻ തന്നെ ഒരു കുടുംബത്തിന് 15,000 ഒക്കെ കൊണ്ട് കഴിയും. ആ സ്ഥാനത്താണ് ഒരാൾക്ക് ഡയറ്റും ഇതൊക്കെ മുന്നോട്ട് പോകാൻ 20,000 ചെലവ്. നല്ല ചെലവുള്ള ഒരു നല്ല എക്സ്പെൻസ് ഉള്ള പരിപാടിയാണത്. സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടോ? സ്പോൺസേഴ്സ് ഒന്നും ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഇതുവരെ ആരും സ്പോൺസർ ചെയ്തിട്ടില്ല. പിന്നെ കുറെ പേര് സഹായിച്ചിരിക്കണ്, അതുകൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. ആരും ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ല. അല്ലെ ശരിക്കും സ്പോൺസർ ഇല്ലാത്തതിന്റെ ഈ ഒരു യാത്ര വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പോൺസർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പെട്ടിട്ട് വേണം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഫുള്ള് സ്വന്തം റിസ്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പോൺസർ എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറേ പേര് സഹായിച്ചിരിക്കണ്, ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും എല്ലാവരും, ഏട്ടനായാലും ആസ്ഫിക്കയിലും എല്ലാവരും തന്നെ സഹായിച്ചിരിക്കണ്. ഈ ജിമ്മിലെ പരിശീലനം കൂടി പരിശീലനം ഞാനിപ്പോൾ ട്രെയിനറാണ്. ഇവിടെയും കുറേ ആൾക്കാരെ നമ്മൾ സഹായിച്ചിരിക്കണം. അത് മാത്രമേ മുമ്പോട്ട് പോയി. കുറേ പേര് സഹായിച്ചുകൊണ്ട് മാത്രമേ ഞാനിങ്ങനെ മുമ്പോട്ട് പോയി. നമുക്ക് സ്പോൺസറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ശരിക്കും ഈ ഒരു മേഖലയ്ക്ക് എത്രമാത്രം സ്വീകാര്യത കിട്ടുന്നുണ്ട്? ഈ ഒരു ജിമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാം. പക്ഷെ അതല്ലാതെ പൊതുസമൂഹത്തിന് ഇപ്പോഴും ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇല്ല, നമ്മള് വന്ന് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണ്. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു പുച്ഛാണ്. പ്രോട്ടീൻ പൗഡറാണ്, അതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിൽ നടക്കും. പറയുന്നത് അങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ. പക്ഷെ ഇതിന്റെ കഷ്ടപ്പാട് ആർക്കും അറിയില്ല. ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ. ഡയറ്റ് എടുത്ത ഒരു ബോഡി ബിൽഡർ ഡയറ്റ് എടുത്ത ആ വ്യക്തിക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ബോഡി ബിൽഡേഴ്സൊക്കെ ആണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും ഈ ആളുകൾ തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെൻഡ് കൂടുതലല്ലേ ഇപ്പോൾ? അതെ. അങ്ങനെ വരുന്നവരോട് എന്താ പറയാനുള്ളത്? എന്താ പറഞ്ഞു കൊടുക്കാറില്ല തടി കുറയ്ക്കാൻ പറ്റുന്നവരോട്? തടി കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവര് വരും, തടി കുറക്കണം എന്ന് പറയും, ഇത്ര മാസം കൊണ്ട് തടി കുറക്കണം എന്ന് പറയും. 1 മന്ത് അഡ്മിഷൻ എടുക്കും. പിന്നെ തടി കമ്മിയായില്ല പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ഒരു മാസം കൊണ്ടൊന്നും ഒരു ബോഡി ബിൽഡർ ഒരിക്കലും തടി കമ്മിയാവില്ല. അത്യാവശ്യം നല്ലൊരു തടിയുള്ളൊരു അത്യാവശ്യം വെയിറ്റ് ഇല്ല ആളാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 മാസം, ഒരു 1 ഇയർ മിനിമം തുടർച്ചയായി കണ്ടിന്യൂ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നമുക്ക് ബോഡി കൺട്രോൾ ചെയ്യാൻ കഴിയാം. അല്ല വെറും വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഓയിൽ, ഷുഗർ, അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മെയിനായിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഏതൊരു ആൾക്കും ബോഡി ഫിറ്റ് ആക്കുന്നതാണ്. ഇപ്പോൾ ഈ താങ്കളുടെ ഈ നേട്ടം കാണുമ്പോൾ ഒരുപാട് പേർക്ക്, യുവാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രചോദനം ഉണ്ടായിരിക്കും. പക്ഷെ അവരോടൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്? എന്തൊക്കെയാണ് അവരോട് പറയാനുള്ളത്? ബുദ്ധിമുട്ട് എന്നാല് എല്ലാവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് ആരും അല്ലാത്തത് മുമ്പോട്ട് വരാത്തത്. നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, എന്നാലും നമ്മള് അങ്ങനെ പ്രശ്നമില്ലാതെ പോയി. കുറെ ആൾക്കാരെ സഹായിച്ചുകൊണ്ടും. ഇത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സാധനമല്ല അത്. എളുപ്പത്തിൽ ഇത്ര കിട്ടാൻ നല്ല പണിയാണ്. അപ്പൊ 3ാമത്തെ വട്ടമാണ് ഞാൻ ടൈറ്റിൽ അടിക്കണത്. നല്ല എക്സ്പീരിയൻസ് വന്നിരിക്കണം എനിക്ക്. ഇതിന്റെ അടുത്ത ലെവലില് ഇപ്പൊ സൗത്ത് ഇന്ത്യ വരെ ഈ സബ് ജൂനിയർ ലെവലിലുള്ളൂ അല്ലേ? സബ് ജൂനിയർ വരെ ഉള്ളൂ. ദേശീയതലം ജൂനിയർ സീനിയറാണ്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും ഫോമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരുക്കങ്ങളായിരിക്കും അല്ലേ? ഒരുക്കങ്ങളാണ് ഇനി നോക്കാൻ പോണത്. തീർച്ചയായും. എന്താണെങ്കിലും അടുത്ത വർഷം ദേശീയ തലത്തിൽ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് തന്നെ മുഷ്താഖിന് ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയട്ടെ. എന്താണെങ്കിലും വലിയ സ്വപ്നങ്ങളാണ് മുഷ്താഖിനുള്ളത്. മുഷ്താഖ് ഇവിടെ ഈ മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ആഷിഖ് ലൈഫ് ലൈനിലെ പരിശീലകൻ കൂടിയാണ്. എന്താണെങ്കിലും അടുത്ത വർഷം അദ്ദേഹത്തിന് മിസ്റ്റർ ഇന്ത്യ എന്ന വലിയ ഒരു സ്വപ്നമുണ്ട്. അതിലേക്ക് ഉള്ള പരിശ്രമങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. സ്വന്തമായി ആരുടെയും പിന്തുണയൊന്നുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇദ്ദേഹം ഈ ഒരു നേട്ടത്തിലേക്ക് നടന്നു കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണയും ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ആവശ്യമാണ്. എന്തായാലും അടുത്ത വർഷം മിസ്റ്റർ ഇന്ത്യ എന്ന ആ വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അങ്ങാടിപ്പുറത്തുനിന്നും CV അനുമോദ്, News 18.